അമൃതാനന്ദമയി ഇപ്പോൾ കേരളത്തിൽ ഒരു വ്യവഹാര വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു ആത്മീയ ആശ്ലേഷ അത്ഭുതമായിരുന്നു അവർ. ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ പുസ്തകം വന്നതിന് ശേഷം പാൽപൂജ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലുകൾ കളിമൺ കാലുകളാണ് എന്ന് മലയാളികൾ ചിന്തിച്ചു തുടങ്ങി. ആ അഭിമുഖ പുസ്തകത്തിന് നിരോധനം 3 മാസത്തേക്കാണ് നിരോധനം. ഹൈക്കോടതിയാണ് നിരോധിച്ചത്, കീഴ്ക്കോടതി നിരോധിക്കാൻ മിനക്കെട്ടില്ല. ഏതായാലും മാധ്യമം 1-ാം പേജിൽ ഗെയിലിൻ്റെ അഭിമുഖം പുസ്തകത്തിന് വിലക്ക്, 3 മാസത്തേക്ക് വിലക്ക് വന്നിരിക്കുന്ന വാർത്ത മാധ്യമം ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ മുഖപ്രസംഗം. വോട്ടാണ് നാളെ, പൗരാവകാശം പാഴാക്കരുത് എന്ന ശീർഷകത്തിൽ ദീപിക നമുക്കൊരു മുഖപ്രസംഗം തരുന്നു. സമാനമായൊരു മുഖപ്രസംഗം ഇന്ന് മനോരമയും തന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ പരീക്ഷണവേദിയാണ് ഓരോ തെരഞ്ഞെടുപ്പും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് തള്ളിക്കളയരുത്, അത് പാഴാക്കരുത് എന്നാണ് ദീപികയും അതുപോലെ തന്നെ മനോരമയും അവരുടെ മുഖപ്രസംഗങ്ങളിൽ പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കേജരിവാളിന് 3 തവണ അടി കിട്ടി. പിടലിക്കും ചെകിട്ടത്തുമാണ് അടി കൊണ്ടത്. എൻ്റെ കേജരിവാളിന് മാത്രം അടി ലഭിക്കുന്നു, മറ്റാർക്കും അത് ലഭിക്കുന്നില്ലല്ലോ. ഈ കാർട്ടൂൺ കാണുക. ഇത് ഒരു 4 ഖണ്ഡ കാർട്ടൂണാണ്. ആദ്യത്തേതിൽ പറന്ന് നടന്ന് വോട്ട് പിടിക്കുന്ന വലിയ നേതാക്കൾ, 2ാമത്തെ ഖണ്ഡത്തിൽ കാണുക ഉയർന്ന പീഠത്തിൽ പ്രസംഗിക്കുന്ന നേതാക്കൾ, 3ാം ഖണ്ഡത്തിൽ വലിയ സുരക്ഷയിൽ നടക്കുന്ന നേതാക്കൾ. ഇനി 4ാം ഖണ്ഡം കാണുക. അവിടെയാണ് ആം ആദ്മി. ആർക്കും അടിക്കാൻ പാകത്തിൽ ജനങ്ങൾക്കൊപ്പം ഒപ്പമാണ് കേജരിവാൾ, അതുകൊണ്ടാണ് അടി എന്ന് ചിന്തിപ്പിക്കുന്ന ഈ കാർട്ടൂൺ സുരേന്ദർ ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആരവങ്ങളെല്ലാം ഇന്നലെ 6 മണിക്ക് അടങ്ങി. ഇനി ഒരു ദിവസത്തെ മൗനമാണ്. അതിനുശേഷമാണ് വോട്ടെടുപ്പ്. ഈ ചിത്രം കാണുക. ഇത് ഒരു തിരുവനന്തപുരം ദൃശ്യമാണ്. പ്രചരണത്തിൻ്റെ അവസാന നിമിഷത്തിലെ ആർപ്പോ വിളി BP ദീപു പകർത്തി സിറ്റി എക്സ്പ്രസ് ഇന്ന് 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നാളെ വോട്ടെടുപ്പ്, അതുകൊണ്ട് ഈ പങ്ക്തി നാളെ ഉണ്ടാകില്ല.